ആദ്യ ദൃശ്യങ്ങളും ആദ്യ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എയർ ഇന്ത്യയുടെ വിമാനമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപം മേഘാനി ഏരിയയിൽ തകർന്നു വീട്ടുള്ളത്. ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ വിമാനമാണ്. യാത്രക്കാരുണ്ടായിരുന്ന ഏതാണ്ട് 200ഓളം യാത്രക്കാരുണ്ടായിരുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. മേഘാനി നഗർ അഹമ്മദാബാദ് നഗരത്തോട് ചേർന്ന് വിമാനത്താവളത്തോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രമാണ്. അവിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. വിമാനം തകർന്നു വീഴുകയായിരുന്നു. തകർന്നു വീഴുന്നതിന്റെ കാരണങ്ങൾ കാരണം അല്ലെങ്കിൽ അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ പോലും ജനവാസ കേന്ദ്രത്തിലേക്കാണ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. വിമാനത്തിൽ 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ വലിയ അപകടമായി വലിയ ദുരന്തമായി മാറാവുന്ന ഒരു സാഹചര്യമാണ് അഹമ്മദാബാദിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തോട് ചേർന്നാണ് വിമാനം തകർന്നു വീഴുന്നത്. അഹമ്മദാബാദ് എയർപോർട്ട് നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളൊന്നാണ്. നിരവധി വിമാനങ്ങൾ പറന്നു വീഴുകയും പറന്നിറങ്ങുകയും ചെയ്യുന്ന വിമാനത്താവളമാണ്. അതിനോട് ചേർന്ന് ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നു കയറുന്ന വിമാനമാണ് വിമാനത്താവളത്തോട് ചേർന്ന് തന്നെ മേഘനി ജനവാസ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ തകർന്നു വീണിട്ടുള്ളത്. തകർന്നു വീഴാനുള്ള കാരണം വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അത് വിമാനം പുറപ്പെട്ട ഉടൻ തകർന്നു വീണ് കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് ഭാഗികമായും കത്തിയമർന്ന അല്ലെങ്കിൽ അവിടേക്ക് യാത്രാ വിമാനമാണ് തകർന്നു വീണിട്ടുള്ളത്. യാത്രാ വിമാനത്തിൽ 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പറന്നുയർന്ന ഉടൻ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരുടെ സ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ല. എന്നാൽ പോലും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫയർ എഞ്ചിനുകളും വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ കൂടി എത്തുന്നതേ ഉള്ളൂ. ഏതാണ്ട് 200ഓളം യാത്രക്കാർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിനടുത്തേക്ക് അതൊരു വലിയ ദുരന്തമാണ്. ഒരുപക്ഷെ ഇത്രയും ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 133 മുതൽ 200 വരെ യാത്രക്കാരുണ്ടായിരുന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. സംഗീത.